ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്, അവർക്ക് സ്വസ്ഥത ലഭിക്കുമെന്നാണ്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ നിമിഷം മുതലാണ് ഇന്നത്തെ നമ്മുടെ വിഷയമായ ഈ ഫൈനൽ കൊയ്ത്ത് നടക്കാൻ പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്ക് ആദ്യ ഫലങ്ങളെല്ലാം റാപ്ചറായി കഴിഞ്ഞു. കുറേ പേർ മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ശേഷിച്ചിരിക്കുന്നത് ഓടി രക്ഷപ്പെടാൻ കഴിയാതെ അവിടെ പെട്ടുപോയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞ കുറച്ചു പേരും പിന്നെ സാത്താനെ സ്വീകരിച്ച മഹാബാബിലോൺ, മഹദിയാം ബാബിലോൺ എന്ന പുരോഹിത പ്രമാണി വർഗവും പിന്നെ ജെറുസലേമിൽ പാളയമടിച്ച സാത്താനും അവൻ്റെ സൈന്യത്തിലുള്ള ആൾക്കാരും മാത്രമാണ്. ഇനി 13-ാം വാക്യം മുതൽ 14-ാം വാക്യം മുതൽ ആ കൊയ്ത്ത് നടക്കാൻ പോവുകയാണ്. അതായത് സാത്താനെ ആരാധിക്കാത്തവരെ അവൻ്റെ ആൾക്കാർ കൊല്ലും. പക്ഷേ കൊല്ലപ്പെട്ടാലും അവർ നിത്യരാജ്യത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും എന്നാണ് ഇപ്പോൾ ദൂതൻ വിളിച്ചു പറഞ്ഞത്.